ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി തസ്ലീമ സുൽത്താനെ കുറിച്ച് പുറത്തുവരുന്നത് നിർണായക വിവരങ്ങൾ. തസ്ലീമയുടെ യഥാർത്ഥ പേര് രാജി എന്നാണ്. കണ്ണൂർ ഇരിട്ടി സ്വദേശിയാണ്. സഹോദരനാണ് ഇത് വെളിപ്പെടുത്തിയത്. സിനിമാ ബന്ധങ്ങളും തുടർന്നുണ്ടായ പുനർവിവാഹവുമാണ് കുടുംബവുമായി അകലാൻ കാരണം. ലൈംഗിക പീഡന കേസിൽ പ്രതി ചേർക്കപ്പെട്ടപ്പോൾ സഹായിച്ചത് കേരളത്തിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇവർ വെറും ക്യാരിയർ മാത്രമാണെന്നും കേസിലെ ഉന്നതരെ പുറത്തു കൊണ്ടുവരുന്നതിനായി വിശദമായ അന്വേഷണം വേണമെന്നും സഹോദരൻ ആവശ്യപ്പെടുന്നു. തസ്ലീമയുടെ പേര് രാജി എന്നാണോ? രാജി എന്നാണ്. നിങ്ങൾ കണ്ണൂര് എവിടെയായിരുന്നു? കണ്ണൂർ ഇരട്ടിയാണല്ലേ? നിങ്ങളായിട്ട് ഒരു ബന്ധമില്ല അല്ലേ ഇപ്പൊ? ശരിയാ? ഇല്ല. നിങ്ങളുടെ ഫാമിലിയായിട്ട് ഒരു ബന്ധമില്ല. അല്ല ഞാൻ ചോദിക്കുന്ന പറഞ്ഞാൽ അവിടെ ഇപ്പം ജോലി ചെയ്തിരുന്ന ആളാണല്ലേ ഈ കർണാടകയിൽ? അവിടെ എന്ത് ജോലി ചെയ്തിരുന്ന? സ്കൂളിൽ പഠിപ്പിച്ചോണ്ടിരുന്ന. സ്കൂളിലോ? അത് ചെറിയ പിള്ളേരെ പഠിപ്പിക്കുന്നതാണെന്നേ. ജനിച്ചതിലേക്ക് പോയി കഴിഞ്ഞപ്പോ നമ്മളൊരു ബന്ധമില്ല. ബന്ധമില്ലെന്ന് വെച്ചാൽ നമുക്കത് പിന്നെ നമ്മളതിന്റെ അതിനോട് നമ്മൾ യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് നമ്മുടേതായ രീതിയിൽ പോയി, അവരവരുടേതായ രീതിയിൽ പോയി അന്ന് വിട്ടു. അപ്പൊ ഞാൻ പറ്റേ ഇവർക്ക് കുറെ കൊട്ടേഷൻ സംഘമായിട്ട് ബന്ധമുണ്ട്. അതൊക്കെ ശരിയായിരിക്കും ചിലപ്പോൾ. കാരണം വെച്ചാൽ ഇവിടുന്ന് ഞാൻ അടിച്ച് കൈ ഓടിച്ചെന്ന് അന്ന് അപ്പറാണ് ആശുപത്രി കൊണ്ടുപോയിട്ട് ഇവളുടെ കൈ പ്ലാസ്റ്റർ ഇട്ട് പറഞ്ഞു വിടുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ മോശമായിട്ട് പറയില്ല, അവൾ അന്ന് കൊട്ടേഷൻ കൊടുത്തു. ഇവിടെ മംഗലാപുരത്തുള്ള ഏതോ ടീമിനെ വിളിച്ച് കൊട്ടേഷൻ കൊടുത്തു അപ്പൻ എന്നോട് പറഞ്ഞു. ചിലപ്പോ അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടെങ്കിലും എതിർക്കുന്നവരല്ലേ ശത്രുത ഉണ്ടാവുള്ളൂ. എറണാകുളത്ത് ഇവർ നടത്തിയിരുന്ന ക്രിസ്റ്റീന റെസിഡൻസി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ സഹോദരനുമായുള്ള സംഘർഷത്തിൽ വരെ എത്തി. തുടർന്ന് സുൽത്താന തനിക്ക് മംഗലാപുരത്ത് കൊട്ടേഷൻ നൽകിയതായുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും സഹോദരന്റെ ഭാഗത്തുനിന്നുണ്ടായി. അവിടെ ഞാൻ പറയട്ടെ, ഈ കോൺടാക്ട് ലിസ്റ്റിൽ അവിടെ മേടിക്കാനുള്ള ആളുണ്ടല്ലോ, അവരെന്തുകൊണ്ട് ഇതുവരെ പിടിച്ചിട്ടില്ല? ഓട്ടെ, ഈ തന്നു വിട്ടവനെയൊക്കെ വിട്. ഇവര് കറക്റ്റ് ചാറ്റ് ചെയ്ത് ഇപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ഇവര് വിരിച്ച വലയിൽ വന്ന് വീണതാ. അവിടെയുള്ളവരെ കൊഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി. അപ്പൊ അതിന് വല വിരിച്ചിട്ടാണ് എക്സൈസ് പിടിച്ചതും. അങ്ങനെ ഈ വല വിരിച്ചപ്പോ ഈ മേടിക്കാൻ നിന്നാണ് എന്നെ പിടിക്കാത്തത്. കറക്റ്റ് ഓഫീസർമാര് കറക്റ്റാണ് എല്ലാ കാര്യവും പുറത്തു വരും. അപ്പൊ അവര് ഇതൊക്കെ മറച്ച് കുറെ കാര്യം മറച്ച് കുറെ അങ്ങ് വിഴുങ്ങി, എന്നിട്ട് കുറച്ച് കാര്യം മാത്രം പുറത്തു വിട്ടു. അന്വേഷണ സംഘം ഇതിനകത്ത് കുറെ കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണല്ലേ? ഉറപ്പായിട്ടും അതിനകത്ത് സംശയം എന്താ? കാരണം ഞാൻ പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ഇതേ കേസിൽ, അതായത് ക്രിസ്റ്റീന റെസിഡൻസിൽ വെച്ചിട്ടുണ്ടായ കേസിന്റെ പേരിൽ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ ഇവള് അവരോട് ചോദിച്ചിരിക്കുന്നു IG-യുടെ നമ്പർ വേണോ, കേരള IG-യുടെ നമ്പർ വേണോ, നിങ്ങൾ വിളിച്ചു ചോദിക്കുക. ഞാനിതിനകത്ത് തെറ്റുകാരിയാണോ എന്ന് വിളിച്ചു ചോദിക്കാൻ. കേസിൽ തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ എക്സൈസിന്റെ പിടിയിലായി. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, തുടക്കത്തിൽ ഈ തസ്ലീമയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വ്യക്തമായത് ഇവർ ഓരോ നാട്ടിലും ഓരോ പേരുകളാണ് അറിയപ്പെടുന്നതെന്നാണ്. കൊച്ചിയിൽ ക്രിസ്റ്റീന, കർണാടകയിൽ മഹിമ. ഏറ്റവും ഒടുവിൽ ഇവരുടെ യഥാർത്ഥ പേര്, കണ്ണൂർ സ്വദേശിനിയാണ്, യഥാർത്ഥ പേര് രാജി എന്നാണെന്ന് സഹോദരൻ തന്നെ തുറന്നു പറയുന്നുണ്ട്. മതം മാറി തസ്ലീമ എന്ന പേര് സ്വീകരിച്ചതാണോ അതോ തട്ടിപ്പിന്റെ ഭാഗമായി ഈ പേരുമായി, അതായത് തസ്ലീമ എന്ന പേര് ഈ തട്ടിപ്പിന് വേണ്ടി അവർ മാറ്റിയതാണോ? ഈ കേസിനെ കുറിച്ച്, ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് ഉൾപ്പെടെയുള്ള തസ്ലീമയുടെ മറ്റ് ഇടപാടുകളെ കുറിച്ചൊക്കെ സഹോദരൻ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ അതേക്കുറിച്ചും, അതായത് സഹോദരന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടും എക്സൈസ് അന്വേഷണം നടത്തുന്നുണ്ടോ? ടോം, ഈ തസ്ലീമയുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചു തുടങ്ങുമ്പോൾ അതിന് കുറച്ചുകൂടി ആഴത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരുടെ ഒരു യഥാർത്ഥ പിക്ചറിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ തസ്ലീമ കണ്ണൂർ ഇരട്ടി സ്വദേശിയാണ്. ഇവരുടെ പേര് തസ്ലീമ എന്നല്ല, രാജി എന്നാണ്. അതായത് ഇവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുകളിലും ഒക്കെ ഇവരുടെ പേര്, ഔദ്യോഗികമായ പേര് രാജി എന്നുള്ളതാണ്. ഇവർ കണ്ണൂർ ഉള്ള ക്രിസ്ത്യൻ ഫാമിലിയാണ്. അതിനുശേഷം പിന്നീട് ഇവർ കണ്ണൂരിൽ നിന്നും ഉടുപ്പിയിലേക്ക് മൈഗ്രേറ്റ്
ചെയ്യപ്പെടുന്നു. ഉടുപ്പിയിലേക്ക് കുടിയേറി പാർക്കപ്പെടുന്നു. ഉടുപ്പിയിലെ ഒരു കാർഷിക കുടുംബമാണ്. ഉടുപ്പിയിൽ കൃഷി ചെയ്താണ് അവരുടെ അച്ഛൻ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതും ഒക്കെ ചെയ്തത്. പിന്നീട് തസ്ലീമ കണ്ണൂരുള്ള ഒരു പാസ്റ്ററിനെ തസ്ലീമ വിവാഹം കഴിക്കുന്നു. അതിൽ 2 കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇടക്കാലത്ത് ആ ബന്ധം വേർപെടുത്തിക്കൊണ്ട് ഈ 2 കുട്ടികളുമായി തസ്ലീമ വീണ്ടും ഉടുപ്പിയിലേക്ക് വരികയാണ്. അവിടെ വെച്ച് ആണ് ഈ വിവാഹബന്ധവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ, കുടുംബവുമായി ചില അകൽച്ച ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകുന്നു. അവിടെ ഉടുപ്പിയിലെത്തിയ ശേഷം പിന്നീട് ഇവര് അവിടെ പ്രീ പ്രൈമറി ടീച്ചറായി വർക്ക് ചെയ്യുന്നു. അതായത് ഇവരുടെ സഹോദരങ്ങളെല്ലാം തന്നെ അവിടുത്തെ സ്കൂൾ കോളേജ് അഡ്മിഷനുമായി ഒക്കെ ബന്ധപ്പെട്ട്, നഴ്സിംഗ് അഡ്മിഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇടനിലക്കാരായി പ്രവർത്തിച്ചു വരുന്ന ആളുകളായിരുന്നു. ആ ഒരു സമയത്താണ് തസ്ലീമ അവിടെ എത്തുന്നത്. അവിടെ അവരുമായി ബന്ധപ്പെട്ട ചില ആളുകളുമായി ബന്ധപ്പെട്ട് തന്നെ സ്വകാര്യ സ്കൂളിൽ പ്രീ പ്രൈമറി ടീച്ചറായി ജോലി ചെയ്യുകയും ചെയ്യുന്നു. ആ ജോലി ചെയ്യുന്ന ഘട്ടത്തിലാണ് സുൽത്താനുമായി അടുപ്പത്തിലാവുകയും സിനിമയുടെ സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്യുക, അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. കാരണം ഇവർക്ക് 5 ഭാഷ, സൗത്ത് ഇന്ത്യയിലെ 5 ഭാഷ ഇവർക്ക് വളരെ നന്നായി അറിയാമെന്നുള്ളത്. ഇംഗ്ലീഷ് ഉൾപ്പെടെ, സൗത്ത് ഇന്ത്യൻ ഭാഷകളും ഇംഗ്ലീഷും ഉൾപ്പെടെ അവർക്ക് നല്ല ഫ്ലുവൻ്റ് ആണ്. ലാംഗ്വേജിൽ നല്ല സ്കില്ലുണ്ട്. ആരോടും നന്നായി സംസാരിക്കും. ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ നന്നായി സക്സസ്ഫുള്ളായി ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തൻ്റെ സഹോദരിക്ക് എന്നുള്ളതാണ് ഈ സഹോദരൻ പറയുന്നത്. അതായത് അത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ പ്രവർത്തിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഇവർ ഈ സിനിമാ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത്. സിനിമാ മേഖലയിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം പിന്നീട് ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതായത് അനാവശ്യ ബന്ധങ്ങൾ ഉണ്ടാകുന്നു, ലഹരി ഉപയോഗത്തിന്റെ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു. പിന്നീട് ആ സുൽത്താൻ ഇവരിലേക്ക് വരികയും സുൽത്താനുമായുള്ള വിവാഹബന്ധത്തിന്റെ കടക്കുന്ന ഘട്ടത്തിൽ ഈ സഹോദരന് യാതൊരു താല്പര്യവും ആ വിവാഹത്തിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. വലിയ വിയോജിപ്പുണ്ടാകുന്നു. അവിടെ വെച്ച് പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാവുകയും ഇവരുടെ പിന്നീട് കർണാടകയിൽ നിന്ന് എണ്ണൂരിലേക്ക് പോവുകയും ചെയ്യുന്നു. അതായത് ഈ സുൽത്താന്റെ സ്ഥലമാണ് എണ്ണൂരാണ് പിന്നീട് ഇവര് എത്തി തസ്ലീമയായി വിവാഹം കഴിച്ച് തസ്ലീമ സുൽത്താന എന്ന പേര് അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ തസ്ലീമ സുൽത്താനായി അവിടെ നിൽക്കുന്ന ഘട്ടത്തിലും ഇവർ ഈ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കുറേ നാൾ കുടുംബവുമായി ബന്ധമില്ലാതെ നിന്നു. അതിനുശേഷം പിന്നീട് ഇവര് മകന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മംഗലാപുരത്തേക്ക് തിരിച്ചെത്തുന്നു. ഈ മംഗലാപുരത്ത് എത്തുന്ന ഘട്ടത്തിലാണ് സഹോദരനും അച്ഛനുമൊക്കെയായി വീണ്ടും കാണുന്നത് വർഷങ്ങൾക്ക് ശേഷം. അവിടെ വെച്ച് അന്ന് ഈ ക്രിസ്റ്റീന റെസിഡൻസി, അതായത് കാക്കനാടത്തെ ക്രിസ്റ്റീന റെസിഡൻസി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ആ സമയത്തൊക്കെ ഇവിടെ സിനിമാ മേഖലയുമൊക്കെയായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഒരു വേര് ഇവിടെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നുള്ളത് ഈ സഹോദരനും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്രിസ്റ്റീന റെസിഡൻസി ഇവിടെ ഉപയോഗിച്ചു. അതിന്റെ പ്രവർത്തനം മോശമാണ് എന്ന് മനസ്സിലാക്കിയ സഹോദരനുമായി ഇവർ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ അവർ തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും കയ്യേറ്റത്തിൽ പോവുകയും ചെയ്തു. അന്ന് ആ കോളേജിന്റെ ആ ഭാഗത്ത് വെച്ചുണ്ടായ സംഘർഷത്തിൽ തിരിച്ച് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിക്ക് ഫോണിൽ ഇവര് മറ്റ് മംഗലാപുരത്തുള്ള കൊട്ടേഷൻ ടീമിനെ വിളിച്ച് കൊട്ടേഷൻ നൽകിയെന്ന് അച്ഛൻ ഇവരോടൊപ്പം അന്ന് ഉണ്ടായിരുന്ന രാജി എന്ന് വിളിക്കുന്ന ഈ തസ്ലീമയുടെ അച്ഛൻ സഹോദരനോട് പറഞ്ഞു എന്നുള്ളതാണ് സഹോദരൻ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അന്ന് മുതൽ തന്നെ ഇവർക്ക് ബന്ധമുണ്ട്. അന്ന് ഇവർക്ക് വാഹനം ഓടിക്കാൻ, ഈ സുൽത്താൻ വാഹനം ഓടിക്കാൻ അറിയില്ല. വാഹനം ഓടിക്കുന്നത് ഈ തസ്ലീമയാണ്. അപ്പോൾ ഇവർ കൈ ഒടിവ് പറ്റിയത് കൊണ്ട് വാഹനം ഓടിക്കാൻ കഴിയാതിരുന്നപ്പോൾ അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ മംഗലാപുരത്ത് നിന്ന് ആള് ഇവരുള്ള സ്ഥലത്ത് ഇവരെ ഉണ്ടായിരുന്ന ഉടുപ്പിയിൽ എത്തി അവിടെ നിന്നും വാഹനത്തിൽ കൊണ്ടുപോയി എന്നുള്ള അന്ന് തന്നെ ഇവരുടെ ബന്ധങ്ങൾ സംശയം തോന്നിയിരുന്നതായി ഈ സഹോദരൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 25-ന് ഇവര് ഉടുപ്പിയിൽ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചെന്നിട്ടുണ്ട്. 25-ന് ചെന്ന അവർ, അതായത് ഈ തസ്ലീമയുടെ ഭർത്താവ് സുൽത്താനും ഈ ലഹരിക്കടത്തിലടക്കം പങ്കുണ്ടെന്നല്ലേ പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ സുൽത്താന്റെ ചെന്നൈയിലുള്ള ഇലക്ട്രിക് ഷോപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു ഇത് ഈ ലഹരിക്കടത്തും കള്ളക്കടത്തും എന്നൊക്കെ എക്സൈസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യ ദിവസം തസ്ലീമ പിടിയിലാകുന്ന സമയത്ത് ഇവരോടൊപ്പം ഭർത്താവും മക്കളും ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വന്ന ശരണി തന്നെ അന്ന് റിപ്പോർട്ട് ചെയ്ത വിവരം. പക്ഷെ ഭർത്താവിന് ഇതേക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്ന് തുടക്കത്തിൽ പറയുന്നു. പിന്നീട് എങ്ങനെയാണ് ഇയാൾക്കും ഈ കേസിൽ, ഈ ലഹരിക്കടത്ത് കേസിൽ പങ്കുണ്ട് എന്ന് എക്സൈസിന് വ്യക്തമായത്?
ഈ തസ്ലീമ സുൽത്താനുമായി പോയതിനു ശേഷം വളരെ നിഗൂഢതയാണ്. ഇവർക്ക് 4 കുട്ടികളാണ് ഉള്ളത്. അതായത് ആദ്യ വിഭാഗത്തിൽ 2 കുട്ടികളും പിന്നീടുള്ള 2 കുട്ടികളും. ഈ കുട്ടികൾ ഉൾപ്പെടെ അവിടെ ചെന്നൈയിലാണ് പഠിപ്പിക്കുന്നത്. വലിയ മുതിർന്ന കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. പക്ഷേ ഇവരുടെ ഒരു സാഹചര്യം ഇപ്പോഴും അതാണ് എല്ലാവർക്കും സംശയം ജനിപ്പിക്കുന്നത്. അതായത് ചെന്നൈയിലെ ഇവരുടെ സാമ്പത്തിക സാഹചര്യം വളരെ മോശമാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് സഹോദരനും പറയുന്നത്. ഇത്രയധികം ഈ 2 കോടി രൂപയുടെ ലഹരി വസ്തുവുമായി പിടികൂടിയ ഘട്ടത്തിൽ അത്രയും വലിയ എമൗണ്ട് ഇവർക്ക് എങ്ങനെയാണ് ഇവർ മാത്രമാണ് ഇതിനകത്തുണ്ടെങ്കിൽ എങ്ങനെ ഇവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്നുള്ളത് അവർക്ക് വലിയ സംശയമാണ്. കാരണം ഈ അച്ഛൻ അതിനു മുമ്പ് തന്നെ 1 മാസത്തോളം ആശുപത്രിയിൽ ഈ തസ്ലീമയുടെ അച്ഛൻ കിടന്നിരുന്നു. ആ കിടന്ന സമയത്ത് അച്ഛനുമായിട്ടൊക്കെ ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. ആശുപത്രിയിലൊക്കെ വരുന്ന സമയത്തും ഇവർക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൈസയായി ഈ സഹോദരന്. പക്ഷേ ഈ 1 രൂപ പോലും സഹായത്തിനായി കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അന്ന് അവിടെ എത്തിയ അമ്മയുടെ കയ്യിൽ നിന്നും പോസ്റ്റ് ഓഫീസിൽ ഉണ്ടായിരുന്ന തുകയിൽ 9,000 രൂപ വാങ്ങി അത് വീതിച്ചുകൊണ്ട് അതിന്റെ ഒരു പങ്കും കൊണ്ടാണ് ഇവർ പോയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കാഴ്ചപ്പാടിൽ, ഈ ബന്ധുക്കളുടെ കാഴ്ചപ്പാടിൽ ഇവർക്ക് യാതൊരുവിധ സ്വത്തുക്കളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സുൽത്താന് ചെന്നൈയിൽ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ട് എന്ന് മാത്രമാണ് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവർ പ്രത്യക്ഷത്തിലും ഇവർക്ക് തസ്ലീമയെ സംബന്ധിച്ച് അവർ പറയുന്നത് ഭയങ്കര ആഡംബരത്തോടെ നടക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവർ അവസാനം കാണുന്ന ഘട്ടത്തിലും ഇവരുടെ കയ്യിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നുമില്ലായിരുന്നു എന്നുള്ളതാണ്. സുൽത്താനെ സംബന്ധിച്ചും മറ്റ് ഇവിടെ അത്തരത്തിൽ എക്സൈസ് സംഘം അവരെ കാണുമ്പോഴും അത്തരത്തിൽ സംശയങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ എക്സൈസ് വീണ്ടും പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾക്ക് മലേഷ്യ കേന്ദ്രീകരിച്ച്, മലേഷ്യയിൽ നിന്നാണ് ഇവർ ഹൈബ്രിഡ് കഞ്ചാവ് ഇവിടെ ചെന്നൈ എയർപോർട്ട് വഴി എത്തിച്ചിട്ടുള്ളത്. ഒപ്പം അവിടെ നിന്നും ഈ മലേഷ്യയിൽ നിന്ന് എത്തിച്ച കഞ്ചാവ് ഇവിടെ എത്തിക്കുന്നതിൽ സുൽത്താന് പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. സുൽത്താനാണ് കാരിയറായി മലേഷ്യയിൽ നിന്നും ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മറവിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതുമാണ്. ടോം, ഇതിനകത്ത് ഒരുപാട് സംശയങ്ങൾ ഈ കേസിനകത്തുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ബന്ധുക്കൾ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞ ഇത്രയും വിലയുള്ള ഒരു ഉൽപ്പന്നം വാങ്ങാൻ കഴിയുന്ന ഒരു സാമ്പത്തിക ശേഷി ഇല്ല എന്നുള്ളതാണ്. അതായത് ഈ കേസിനകത്ത് മുൻപും പിൻപും ചില ആളുകൾ ഉണ്ട് എന്നുള്ള സംശയം സഹോദരൻ വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഇതിൽ വലിയ കണ്ണികൾ പുറത്താണ് എന്നുള്ളതാണ്. തസ്ലീമയും സുൽത്താനും ഇതിലൊരു കാരിയേഴ്സ് മാത്രമാണ് എന്നുള്ളതാണ്. ഇതിൽ ഉന്നത അന്വേഷണം വേണമെന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. കാരണം തന്റെ സഹോദരി കുറ്റക്കാരിയല്ല എന്ന് അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല. പക്ഷേ അവരെ ഇതിനായി ഉപയോഗിക്കുന്ന ഒരു വലിയ സംഘം, സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകുന്ന ഒരു സംഘമുണ്ട്. അവരെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി എക്സൈസ് ഉദ്യോഗസ്ഥർ ഇടപെടണം. ഇപ്പോഴത്തെ അന്വേഷണം ആ രീതിയിലല്ല പോകുന്നതെന്നാണ് തനിക്ക് തോന്നുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതായത് തീർച്ചയായും, കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവില് 3 പേരെ മാത്രമാണ് എക്സൈസിന് പിടികൂടാൻ കഴിഞ്ഞത്. ഈ കേസിൽ അതായത് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള തസ്ലീമയുമായി ചില സിനിമാ താരങ്ങൾക്ക് ബന്ധമുണ്ടെന്നും ഇവർ സംഘങ്ങളുമായും മട്ടാഞ്ചേരിയിലെ ഗുണ്ടാ സംഘങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചത്. എന്തുകൊണ്ടാണ് ആ ഒരു തലത്തിലേക്ക് അന്വേഷണം നീങ്ങാത്തത് ശരണ്യ? നിലവിൽ ഇതുവരെ എക്സൈസ് തസ്ലീമയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ സിനിമാ താരങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇവരെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് വേണ്ടിയുള്ളൊരു റിപ്പോർട്ട് നൽകാനായി തസ്ലീമയ്ക്ക് ഈ ശ്രീനാഥ് ഫാസിക്കോ ഷൈൻഡോൺ ചാക്കോയ്ക്കോ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഈ ശ്രീനാഥ് ഫാസി കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇതിലൊരു ചോദ്യം ചെയ്യലിന് ഒരു ഹാജരാക്കുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നോട്ടീസ് നൽകുന്നതിന് മുമ്പ് തന്നെ കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ ആ ജാമ്യാപേക്ഷ പിൻവലിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ചില നിഗൂഢതകൾ ഉണ്ടോ എന്നുള്ള സംശയം അവരുടെ കുടുംബം പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ശ്രീനാഥ് ഫാസി ഉൾപ്പെടെ ആ സമയത്ത് അത്തരത്തിൽ ഇത് പിൻവലിക്കുന്നതിന് പിന്നിൽ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും മറ്റൊരു തരത്തിലുള്ള ഇടപെടൽ നടന്നിട്ടുണ്ടോ, അതായത് തന്റെ സഹോദരി മാത്രം ഇതിനകത്ത് പ്രതി ചേർക്കപ്പെട്ട് പോകുമോ എന്ന്, അതിൽ മാത്രമായി ഇത് ഒതുങ്ങുമോ എന്നുള്ള സംശയം കൂടി അവരെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ ക്രിസ്റ്റീന റെസിഡൻസിയുമായി ബന്ധപ്പെട്ടുള്ള ലൈംഗിക പീഡന കേസിൽ അതൊരു ചെറിയ കേസല്ലായിരുന്നു. ഒരു സിനിമാ മോഹവുമായി എത്തിയ ഒരു യുവതിയെ 3 ദിവസം കെട്ടിയിട്ട് ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ മുഖ്യ സൂത്രധാര ഇവരായിരുന്നു.
അപ്പോൾ ആ കേസിൽ ഇവരുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ബന്ധുക്കൾ തേടിയപ്പോൾ ബന്ധുക്കളോട് അവർ പറഞ്ഞത് തനിക്ക് ഇതിനകത്ത് തന്റെ ഒരു IG കേരളത്തിലെ ഒരു IG തന്നെ സഹായിക്കുന്നുണ്ട്, അദ്ദേഹത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു നോക്കാം, അദ്ദേഹത്തിന്റെ നമ്പർ വേണമെങ്കിൽ തരാം, അദ്ദേഹത്തിന് അറിയാം താൻ ആരാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി അദ്ദേഹത്തിന് അറിയാമെന്ന് ക്രിസ്റ്റീന പറയുകയും ചെയ്തിട്ടുള്ളൂ എന്നുള്ള ഗൗരവപരമായ ഒരു വെളിപ്പെടുത്തൽ കൂടി സഹോദരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ടോം. വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലാണ് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.